ചങ്ങനാശ്ശേരി അതിരൂപതയുമായിട്ട് ഒത്തിരി അടുത്ത ഒരാളാണ് തോമാച്ചായൻ. സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന് വലിയ ഒരു സഹകരണവും സഹവർത്തിത്വവും എല്ലാം ഉണ്ട്. അതെല്ലാം ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുന്നു. അതോടൊപ്പം ഈ സമൂഹത്തിന് പൊതുവായിട്ട് നൽകുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ, അതിലെല്ലാം അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തമുണ്ട്. ദിയ എന്ന വാക്കിന് വെളിച്ചം എന്ന ഒരു വലിയ അർത്ഥം കൂടിയുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലേക്ക്, അല്ലെങ്കിൽ എല്ലാവരും ഇവിടെ തോമാച്ചൻ എന്ന് ഏറെ സ്നേഹത്തോടെയും ആദരവോടെയും എല്ലാം വിളിക്കുന്ന ഈ മനുഷ്യൻ്റെ ജീവിതത്തിലേക്കും ആ കുടുംബത്തിലേക്കും വെളിച്ചമായിട്ടാണ് ഈ അമ്മച്ചി, ഈ ആൻറ്റി കടന്നു വന്നത് എന്നത് ഏറ്റവും പ്രത്യേകതയാർന്ന കാര്യം തന്നെയാണ്. ആ വെളിച്ചമാണ് നമ്മളിവിടെ ഇന്ന് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രിസ്മസിൻ്റെ ഈ ഘട്ടത്തിൽ എപ്പോഴും ക്രിസ്മസിൻ്റെ നിർവചനം തന്നെ കൂടെയുണ്ട് എന്നുള്ളതാണ്. എനിക്കിവിടെ സന്തോഷം, ഈ കൊച്ചുമക്കൾ മുഴുവൻ കൂടെയുണ്ട് എന്നുള്ളതാണ്. ഐ ക്യാൻ ഓൾ ദ ബെസ്റ്റ് ടു യു. ഒരു മോഡൽ ഫോർ കോട്ടയം, മോഡൽ ഫോർ കേരള. ഇത് കപ്പിൾ 80 years എല്ലാമായി 50 വർഷം കഴിഞ്ഞു. തീർച്ചയായും 50 വർഷത്തിലെ ആർക്കേഡിയയുടെ ആ സംരംഭം എല്ലാ ആശംസകളും തരുന്നു. ആർക്കാഡിയ കുടുംബങ്ങളായി എൻ്റെ ഈ ചുറ്റുവട്ടത്തിലെല്ലാം കൂടി നിൽക്കുന്നത് ഇത്ര പ്രശസ്തമായ രൂപത്തിൽ വളരെ നീറ്റ് ആൻഡ് ഡീസൻ്റായിട്ട് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് നടുനായകത്വം വഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട തോമാച്ചായനെ ഞാൻ എല്ലാവർക്കും വേണ്ടി, കോട്ടയത്തെ പൗരസമൂഹത്തിന് വേണ്ടി എൻ്റെ നിറഞ്ഞ ഹൃദയത്തോടു കൂടി അഭിനന്ദിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ 80 വർഷത്തെ, അതായത് ഈ ജന്മദിനാശംസകൾ ആദ്യം ഒന്ന് നേരട്ടെ. രണ്ടാമത്തേത് ഈ പുള്ളിക്കാരത്തിയെക്കുറിച്ചാണ് പറയേണ്ടത്. 50 വർഷം ഈ മനുഷ്യനെ സഹിച്ചു എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ട് പുള്ളിക്ക് വേണ്ടി ഒന്ന് കൈയടിച്ചേക്കണം, ഈ കുടുംബിനിക്ക് വേണ്ടി. 80ാമത് ജന്മദിനം ആഘോഷിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് തോമാച്ചനും 50ാമത് വിവാഹം വാർഷികം ആഘോഷിക്കുന്ന ഒരു 2 പേർക്കും എൻ്റെ എല്ലാ ആശംസകളും. എൻ്റെ ബാല്യകാലത്ത് എൻ്റെ വളർച്ചയിൽ എന്നെ ഏറ്റവും അധികം സഹായിച്ച ഒരു വലിയ മനുഷ്യ സ്നേഹിയാണ് എൻ്റെ തോമാച്ചായൻ. ആധ്യാത്മിക മേഖലയിലും സാംസ്കാരിക സാമ്പത്തിക മേഖലകളിലും അദ്ദേഹം തന്നിട്ടുള്ള കൈത്താങ്ങൾ വളരെ വളരെ വലുതാണ്. അതുകൊണ്ട് ഇന്നും കോട്ടയത്ത് അദ്ദേഹത്തിൻ്റെ സഹായത്തോടുകൂടെ എൻ്റെ അപേക്ഷ പ്രകാരം ഈ നല്ല മനസ്സ് മുഖാന്തരം ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് ഇവരെ രണ്ടുപേരെ ഇഷ്ടപ്പെടാനായിട്ടുള്ള കാര്യം, ഇവരുടെ ഉള്ളിൽ ദൈവം തമ്പുരാൻ ഇങ്ങനെ വലിയ തേന് അമൃത് നിറച്ചു വെച്ചിരിക്കുന്ന 2 വ്യക്തികളാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നത്. അർക്കാഡിയ എന്ന പേര് ഏറ്റവും രുചികരമായ ഭക്ഷണ വിഭവങ്ങൾ ലഭിക്കുന്നൊരു സങ്കേതമെന്ന രൂപത്തിലും ഇന്ന് കോട്ടയത്ത് മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലാകെ ഒരുപക്ഷെ ലോകത്തിൻ്റെ വിവിധ മേഖലയിലും അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി, ഏറ്റവും രുചികരമായ ഭക്ഷണ വിഭവങ്ങൾ നൽകുന്ന സ്ഥാപനമായി അർക്കാഡിയയുടെ പേര് വളർന്നിട്ടുണ്ട്. അദ്ദേഹം ഭക്ഷണ വിഭവങ്ങൾ കൊടുക്കുമ്പോഴൊക്കെ അത് മനസ്സറിഞ്ഞ് കഴിക്കാനുള്ള രുചികരമായ വിഭവങ്ങളാക്കി മാറ്റിയും അങ്ങനെ ഏറ്റവും നല്ല സൽക്കർമ്മങ്ങളുടെ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഏറ്റവും നല്ല മനസ്സിന് കിട്ടുന്ന കുളിർമയാണ് അദ്ദേഹത്തിൻ്റെ മുഖത്തെ യൗവന തുടിപ്പിൻ്റെ രഹസ്യം എന്ന് തിരിച്ചറിയുന്നു. തോമാച്ചൻ എന്നും ഇനിയും മുന്നോട്ട് ആ രൂപത്തിൽ പോകാൻ ദീർഘായുസ്സോടുകൂടി തോമാച്ചനും റോസമ്മ ആൻറ്റിയും മുന്നോട്ട് പോകട്ടെ എന്നീ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകമായി ആശംസിക്കുകയാണ്. നിശ്ചയദാർഢ്യത്തോടെ വിശ്രമമില്ലാതെ സമഗ്രമായി എപ്പോഴും പ്രവർത്തിക്കുന്ന അർക്കാഡിയ തോമാഞ്ചേട്ടൻ തീർച്ചയായും ഒരു കുടുംബജീവിതത്തിലും അധന്യത എന്നും ഐശ്വര്യത്തോടെ അവർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അർക്കാഡിയ ഗ്രൂപ്പും ഈ സുവർണ ജൂബിലിയുടെ നിറവിൽ നിൽക്കുമ്പോൾ ഇനിയും ഒരുപാട് നന്മ ചെയ്യുവാൻ, ജനങ്ങൾക്ക് കൂടുതൽ സേവനം ചെയ്യുവാൻ ദൈവം ശക്തി പകരട്ടെ. ഞങ്ങൾ സന്തോഷവാനാണ്. തോമാച്ചായൻ വളരെ കൃത്യമായി നമ്മുടെ ആളുകൾക്ക് രുചികരമായ ഭക്ഷണത്തോടൊപ്പം തന്നെ നല്ല സ്നേഹവും നൽകുന്നു എന്നുള്ളതാണ്. തീർച്ചയായും 50 വർഷം കഴിയുമ്പോൾ ഇനിയും കൂടുതൽ ഉയരത്തിലേക്ക് ഈ പ്രസ്ഥാനം മാറട്ടെ എന്ന് ആശംസിക്കുന്നു.